നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നാട്ടിൽ ബ്രാഞ്ച് സമ്മേളനം പ്രതിനിധികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചു. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5-ാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും ബഹിഷ്കരിച്ചത്. സമ്മേളനം മുടങ്ങി. ഇതോടെ ഏരിയ കമ്മിറ്റിയിൽ നിന്നെത്തിയ ഉദ്ഘാടകനും ലോക്കൽ കമ്മിറ്റി പ്രതിനിധികളും മടങ്ങിപ്പോയി. നാട്ടിലെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതാക്കൾ പ്രാദേശിക നേതൃത്വം അറിയാതെ തെറ്റായ തീരുമാനമെടുത്തു എന്നാരോപിച്ചായിരുന്നു മൊറാഴയിലെ ബഹിഷ്കരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന സാമ്രാജ്യത്വ വിരുദ്ധ കർഷക സമരം നടന്ന പ്രദേശമാണ് മൊറാഴ. അവിടെയാണ് ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി സമ്മേളനം സംഘടിതമായി പ്രതിനിധികൾ ബഹിഷ്കരിച്ചത്. ആന്തൂർ നഗരസഭയിലെ ദേവർകുന്ന് അംഗൻവാടിയിൽ ജീവനക്കാരി കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതായി പരാതി ഉയർന്നിരുന്നു. ഇതിൽ ആരോപണവിധേയയായ സ്ത്രീയെ അടുത്തുള്ള സ്ഥലത്തേക്കും ഇതിൽ ഉൾപ്പെടാത്ത ജീവനക്കാരിയെ ദൂരസ്ഥലത്തേക്കും മാറ്റി. കുറ്റക്കാരെ അല്ലാത്ത ജീവനക്കാരിയെ ദൂരസ്ഥലത്തേക്ക് മാറ്റിയത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബ്രാഞ്ചിലെ 14 അംഗങ്ങളും സമ്മേളനം ബഹിഷ്കരിച്ചത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ടിട്ടും പ്രതിഷേധം അവസാനിച്ചില്ല. മൊറാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 5-ാം പീടികയിലാണ് സംഭവമുണ്ടായത്. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും സമ്മേളനം ബഹിഷ്കരിച്ചു. പാർട്ടി ഗ്രാമത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടക്കാതെ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അംഗൻവാടി ജീവനക്കാരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാത്തതിലാണ് അംഗങ്ങൾ ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നാണ് സൂചന. ദേവർകുന്ന് അംഗൻവാടിയിലെ ഹെൽപ്പറുടെ സ്ഥലമാറ്റ പ്രശ്നത്തിൽ സഖാക്കൾ ഉടക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിക്കാതെ സമ്മേളനം നടത്തരുത് എന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമായി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഏരിയ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. പ്രശ്നപരിഹാരം വരാത്തതോടെ സമ്മേളനം ഒഴിവാക്കുകയായിരുന്നു. മധുരയിൽ നടക്കുന്ന CPM 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കാണ് തുടക്കമായത്. ഒക്ടോബർ 5-ന് സമ്മേളനം സമാപിക്കും. തൃശ്ശൂരിൽ 2627 ബ്രാഞ്ചുകളിലായി 45,486 അംഗങ്ങളാണ് ഉള്ളത്. ലോക്കൽ സമ്മേളനം ഒക്ടോബർ 10-ന് തുടങ്ങി നവംബർ 4-ന് സമാപിക്കും. 193 ലോക്കൽ കമ്മിറ്റികളാണ് ഉള്ളത്. 17 ഏരിയ സമ്മേളനങ്ങൾക്ക് നവംബർ 13-നാവും തുടക്കമാവുക. 30-ാം തീയതി സമാപിക്കും. കുന്നംകുളം, ഒല്ലൂർ ഏരിയ സമ്മേളനം നവംബർ 13, 14, 15 തീയതികളിൽ നടക്കും. ചേലക്കര, ചാവക്കാട്, ചേർപ്പ് ഏരിയ സമ്മേളനങ്ങൾ 16, 17, 18 തീയതികളിലാണ്. വടക്കാഞ്ചേരി, ചാലക്കുടി, മണ്ണൂത്തി ഏരിയ സമ്മേളനങ്ങൾ 19, 20, 21 തീയതികളിലും കൊടുങ്ങല്ലൂർ, കൊട്ടകര, വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനങ്ങൾ 22, 23, 24 തീയതികളിലും മണലൂർ, മാള, തൃശ്ശൂർ ഏരിയ സമ്മേളനങ്ങൾ 25, 26, 27 തീയതികളിലും നടക്കും. പുഴയ്ക്കൽ, നാട്ടിക, ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനങ്ങൾ 28, 29, 30 തീയതികളിലാണ്. തൃശ്ശൂർ ജില്ലാ സമ്മേളനം ജനുവരി 4, 5, 6 തീയതികളിൽ കുന്നംകുളത്താണ് നടക്കുക. ഒരു കാലത്ത് വലതുപക്ഷത്തിൻ്റെ ശക്തികേന്ദ്രമായിരുന്ന തൃശ്ശൂർ ജില്ലയിൽ CPMനുണ്ടായ മുന്നേറ്റം വിളംബരം ചെയ്തുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത് എന്നാണ് തൃശ്ശൂർ ജില്ലാ പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമായി CPM മാറിയതായും LDFൻ്റെ ശക്തികേന്ദ്രമാണ് ഇന്ന് തൃശ്ശൂർ ജില്ല എന്നും പറയപ്പെടുന്നു. 13 MLA-മാരിൽ 12ഉം LDFനാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ LDF ഭരിക്കുന്നു. ത്രിതല പഞ്ചായത്തുകളും LDF സമഗ്ര ആധിപത്യമാണ്. ജില്ലാ പഞ്ചായത്തിൽ 29 ഡിവിഷനിൽ 24ഉം LDFനാണ് തൃശ്ശൂരിൽ.